പടിപ്പുര വീട്ടിൽ ദേവനാരായണന്റെ താലിയണിഞ്ഞ് ആ വീട്ടിലേക്ക് വലതുകാലെടുത്ത് വെക്കുമ്പോൾ ഒരുതരം നിർവികാരതയായിരുന്നു മനസ്സിൽ. ഇനി തന്റെ ജീവിതം എങ്ങോട്ടേക്കെന്ന് അറിയില്ല. പക്ഷെ ഒന്നറിയാം, ഈ ജന്മം ദേവനാരായണൻ എന്ന ഈ മനുഷ്യനെ സ്നേഹിക്കാനോ ഭർത്താവായി സ്വീകരിക്കാനോ തനിക്ക് കഴിയില്ല. കാരണം അത്രയ്ക്ക് വെറുപ്പാണ് അയാളോട്. തനിക്ക് ഇഷ്ടമില്ലെന്നറിഞ്ഞിട്ടും വാശിയോടെ തന്റെ കഴുത്തിൽ ബലമായി താലി കെട്ടിയതാണ് അയാൾ. തന്റെ സുധിയേട്ടനെ തന്നിൽ നിന്നും അകറ്റിയയാൾ. വെറുപ്പ് മാത്രമാണ് തനിക്ക് അയാളോട്. ഡീ മാതിയടി, നിന്നെ മറ്റവനെ സ്വപ്നം കണ്ട്. ഇനി മുതൽ നിന്റെ സ്വപ്നത്തിൽ പോലും അവന്റെ മുഖം കടന്നു വരരുത്, കേട്ടല്ലോ? അതും പറഞ്ഞ് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയ അയാളെ ഞാൻ പുറകിൽ നിന്ന് വിളിക്കണം. ഒന്ന് നിൽക്കണം മിസ്റ്റർ ദേവനാരായണൻ. അയാൾ എന്തെന്ന ഭാഗത്തിൽ എന്നെ നോക്കി. എന്റെ മുഖത്ത് അയാളോടുള്ള പുച്ഛം നിറഞ്ഞു. എന്റെ ഇഷ്ടത്തിനെതിരായി നിങ്ങളുടെ പണം കൊണ്ട് നിങ്ങൾക്ക് എന്നെ വിലക്ക് വാങ്ങാനും എന്റെ ശരീരം സ്വന്തമാക്കാനും കഴിയുമായിരിക്കും. പക്ഷേ ഈ ഗൗരിയുടെ മനസ്സിൽ വിലക്ക് വാങ്ങാനോ സ്വന്തമാക്കാനോ നിങ്ങൾക്ക് ഈ ജന്മം കഴിയില്ല. എനിക്ക് അറപ്പും വെറുപ്പും മാത്രമേ ഉള്ളൂ നിങ്ങളോട്. ഞാൻ പൊട്ടിത്തെറിച്ചു. ഒരു ചിരിയോടെ അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. അയാൾ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് ഞാൻ പുറകിലേക്ക് നീങ്ങി. ഒടുവിൽ ഞാൻ ചുമലിൽ തട്ടി നിന്ന്. അയാൾ എൻ്റെ ഇരുഭാഗത്തും കൈകൾ കുത്തി എന്നിലേക്ക് മുഖം അടുപ്പിച്ചു. ഞാൻ വെറുപ്പോടെ മുഖം തിരിച്ചു. അയാൾ എൻ്റെ മുഖം അയാൾക്ക് നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എത്രയൊക്കെ തിളച്ചാലും എന്നിൽ നിന്നും നിനക്കിനി ഒരു മോചനം ഉണ്ടാവില്ല ഗൗരി. അങ്ങനെ എന്തെങ്കിലും ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. അയാൾ അലറി. അയാൾ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്റെ മനസ്സിൽ സുധിയേട്ടനെ കുറിച്ചുള്ള ഓർമ്മ വന്നു. പാവം സുധിയേട്ടൻ ഇപ്പൊ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും. ഞാനും സുധിയേട്ടനും നമ്മളുടെ ജീവിതം ഞങ്ങൾ എന്തുമാത്രം സ്വപ്നം കണ്ടതാ. പക്ഷേ ഈ ഒറ്റൊരുത്തം കാരണം ഒക്കെ ഇല്ലാണ്ടായി. ഇല്ല, അങ്ങനെ ഇയാളെ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ ഗൗരി ഒരാൾക്ക് സ്വന്തമാകുന്നുണ്ടെങ്കിൽ അതെന്റെ സുധിയേട്ടന് മാത്രമായിരിക്കും. ഞാൻ ചിലതൊക്കെ മനസ്സിലുറപ്പിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. കൊട്ടാരം പോലുള്ള ആ വീട്ടിൽ അയാളും കുറച്ച് ജോലിക്കാരും മാത്രമേ ഉള്ളൂ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതും ഒരു സ്ത്രീ വന്നതിനോട് രാത്രി എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിച്ചു. എനിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞു. അയ്യോ അങ്ങനെ പറയില്ലേ കുഞ്ഞെ. കുഞ്ഞ് പട്ടിണി കിടന്ന സാറ് ഞങ്ങളോട് ദേഷ്യപ്പെടും. അവരുടെ മുഖത്തെ ദയനീയ ഭാവം കണ്ട് ഞാൻ എന്തേലും മതി എന്ന് പറഞ്ഞ് വീണ്ടും മുറിയിലേക്ക് പോയി. പിന്നീട് കുറച്ച് സമയത്തേക്ക് അയാൾ എവിടെയെങ്കിലും കണ്ടില്ല. അതെനിക്കൊരു ആശ്വാസമായിരുന്നു. അതിനിടയിൽ ജോലിക്കാരി സ്ത്രീ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഞാൻ കഴിച്ചെന്ന് വരുത്തി മുറിയിൽ കയറി അവിടെ കിടന്ന സോഫയിൽ കയറി കിടന്നു. എന്തുകൊണ്ടോ അയാളുടെ ബെഡിൽ കിടക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞ് അയാളുടെ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. ഡേയ്, നീ എന്തിനവിടെ കിടക്കുന്നത്? പോയി ബെഡിൽ കിടക്കടി. ഞാൻ കേട്ട ഭാവം കാണിച്ചില്ല. എടി നിന്നോടാ പറഞ്ഞു ബെഡിൽ കയറി കിടക്കാൻ. അയാളുടെ ശബ്ദം ഉച്ചത്തിലായി. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് കിടക്കും, അത് നിങ്ങളറിയണ്ട. എനിക്ക് ദേഷ്യം വന്നു. നിർത്തടി, നീ ആരാ നടിക്കോപ്പത്തിന്റെ വിചാരം? വേണ്ട വേണ്ട നോക്കുന്നവർ തരി കയറുന്നോ? എഴുന്നേറ്റ് കട്ടിൽ പോയി കിടക്കടി പുല്ലേ. അയാളുടെ ദേഷ്യം കണ്ട് ഞാനൊന്ന് ഞെട്ടി. പിന്നെ എഴുന്നേറ്റ് പോയി കട്ടിലിന്റെ ഓരം ചേർന്ന് കിടന്നു. അപ്പോഴേക്കും പെയ്യാൻ വെമ്പിന്ന് എന്റെ കണ്ണുകൾ നിറഞ്ഞു തൂകി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞുപോയി. ഞാൻ അയാളോട് സംസാരിക്കുകയോ അയാളുടെ കാര്യങ്ങൾ നോക്കുകയോ ചെയ്തില്ല. അയാൾ എന്നോട് സംസാരിക്കാൻ വരുമ്പോഴൊക്കെ ഞാൻ അയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറും. 2 ദിവസമായിട്ട് അയാൾ എന്നെ തൊടാത്തത് എനിക്കൊരു ആശ്വാസമായിരുന്നു. ഒരു ദിവസം ഞാൻ കുളി കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ അയാൾ ബെഡിലിരിക്കുകയായിരുന്നു. എന്നെ കണ്ടതും അയാൾ അയാളുടെ ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇതാ ഫോണ്, നിനക്ക് ആരെ വേണേലും വിളിക്കാം, ആരുടെ കൂടെ വേണേലും പോവാം. ഞാൻ തടയില്ല. ഈ സ്നേഹം എന്ന് പറയുന്ന ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നീ ഇവിടെ കിടന്ന് ശ്വാസം മുട്ടണ്ട, പോക്കോ, എങ്ങോട്ടേക്കാന്ന് വെച്ചാ. അതും പറഞ്ഞ അയാൾ മുറിക്ക് പുറത്തേക്ക് പോയി. അന്ന് പതിവിന് വിപരീതമായ അയാളുടെ ശബ്ദം നീർത്തിയിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. ഞാനുടനെ ഫോൺ എടുത്ത് സുധിയേട്ടനെ വിളിച്ചു. എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ സുധിയേട്ടനോട് പറഞ്ഞു. സുധിയേട്ടൻ നാട്ടിലെന്നും 2 ദിവസം കഴിഞ്ഞേ വരുമെന്നും അതുവരെ ഇവിടെ പിടിച്ചു നിൽക്കാനും പറഞ്ഞു. പിന്നീടുള്ള 2 ദിവസങ്ങളിലും അയാൾ എൻ്റെ അടുത്ത് വരികയോ സംസാരിക്കുകയോ ചെയ്തില്ല. മറ്റൊരു മുറിയിലാണ് അയാൾ കിടന്നിരുന്നത്. എന്നിൽ നിന്ന് അയാൾ മാക്സിമം ഒഴിഞ്ഞു മാറി. പക്ഷേ ആ കണ്ണുകളിൽ കണ്ട നിരാശാഭാവം എന്നെ ഒട്ടും വിഷമിപ്പിച്ചിട്ടില്ല. സുധിയേട്ടൻ വരുന്ന ദിവസം എണ്ണി ഞാൻ അവിടെ കഴിച്ചു കൂട്ടി. 2 ദിവസം കഴിഞ്ഞിട്ടും സുധിയേട്ടൻ വരാത്തതുകൊണ്ട് ഞാൻ സുധിയേട്ടനെ വിളിക്കാൻ തീരുമാനിച്ചു. ഞാൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയായിരുന്നു. ഞാൻ മടിച്ച് അയാൾക്കടുത്തേക്ക് പോയി. എന്നെ അവിടെ കണ്ടതും അയാൾ ചോദ്യഭാവത്തിൽ എന്നെ നോക്കി. എനിക്ക് ആ ഫോണൊന്ന് തരുമോ? അയാളൊന്നും മിണ്ടാതെ എനിക്ക് ഫോൺ തന്നു. അതുമായി ഞാൻ റൂമിൽ കയറി വാതിലടച്ചു. ഞാൻ ബെഡിൽ നിന്ന് സുധിയേട്ടൻ്റെ നമ്പർ ഡയൽ ചെയ്തു. 2 റിങ്ങിന് ശേഷം സുധിയേട്ടൻ ഫോൺ എടുത്തു. ആ ഹലോ സുധിയേട്ടാ, ഞാൻ ചിരിയോടെ വിളിച്ചു. എന്താ? അപ്പുറത്തും ഗൗരവം. എന്താ സുധിയേട്ടനെ കൂട്ടാൻ വരാത്തെ? നിന്നെ കൂട്ടാൻ ഇതിന് സുധിയേട്ടാ. എന്താടി ഒരുത്തന്നെ കൂടെ കിടന്ന് മതിയല്ലേ നിനക്ക്? ഇനി എന്റെ ചൂട് കൂടി വേണം നിനക്ക്?
സുധിയേട്ടാ, ഞാൻ ഞെട്ടിലോടെ വിളിച്ചു. ഒരുത്തു നിന്ന് നിന്റെ എച്ചിൽ നിന്നാണ് അത്രയ്ക്ക് വിശാല മനസ്കരൊന്നും അല്ലടി ഞാൻ ആഗ്രഹിച്ച നിന്റെ ശരീരം മാത്രമാ. അതിനുവേണ്ടിയാ നിന്റെ ഇഷ്ടമാന്ന് പറഞ്ഞ് നിന്റെ പുറകിടന്ന് സ്നേഹാഭിനയിച്ച്. പക്ഷേ നിന്നെ മറ്റവനെങ്ങനെയാന്ന് മനസ്സിലാക്കി എനിക്ക് മുന്നേ നിന്നെ സ്വന്തമാക്കി. ഇത്രയും ദിവസം നിന്നെ ഒന്ന് തൊട്ടിട്ട് പോലെന്ന് പറഞ്ഞാ അത് വിശ്വസിക്കാത്രയ്ക്കും മണ്ടനൊന്നുമല്ല ഞാൻ. നല്ല മധുരമുള്ള പാൽപ്പായസം അടുത്തുകൊണ്ട് വെച്ചിട്ട് അത് തുടരുന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് രുചിച്ച് നോക്കാതെങ്കിലും ഇരിക്കോ? അങ്ങനെ അവൻ ടേസ്റ്റ് ചെയ്ത് എനിക്ക് വേണ്ട. ഇനി മേലാന്ന് എന്നെ വിളിക്കരുത്, പറഞ്ഞേക്കാം. ഒക്കെ കേട്ടാ ഞെട്ടിലിരിക്കായിരുന്നു ഞാൻ. എനിക്ക് തലയിറങ്ങുന്ന പോലെ തോന്നി. ഇത്രയ്ക്ക് ദൂഷിച്ച മനസ്സായിരുന്നു നിങ്ങൾക്ക്. എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുക. നിങ്ങളെപ്പോലെ ഒരാൾ ജീവന വലിയ സ്നേഹിച്ചതിന്. നിനക്ക് അറപ്പ് തോന്നുടി. വായിൽ സ്വർണ്ണക്കണ്ണയായിട്ട് ജനിച്ച ഒരുത്തന്റെ കൂടെ കിടന്ന് സുഖം പിടിച്ചാൽ നിനക്ക് ഇതല്ല ഇതിനപ്പുറം തോന്നും. നിർത്തണം. ഇനി ആ മനുഷ്യനെ കുറിച്ച് ഒരു വാക്കിലും താൻ പറഞ്ഞ എന്റെ നാവിന്ന് പുളിച്ച തെറി താൻ കേൾക്കും. എനിക്കാണോ തെറ്റുപറ്റിയേ? ആ നല്ല മനുഷ്യനെ മനസ്സിലാക്കി എനിക്ക് കഴിഞ്ഞില്ല. അല്ല, ഞാനതിന് ശ്രമിച്ചില്ല, അതാ സത്യം. ദൈവം എന്റെ ഭാഗത്താടോ. അതാ തന്റെ ചതിക്കുള്ളിൽ ഞാൻ വീഴുന്നതിന് മുമ്പ് ദൈവദൂവിനെ പോലെ ആ മനുഷ്യൻ എന്റെ അടുത്തേക്ക് അയച്ച്. ഈ നിമിഷം ഞാൻ പറിച്ചു മാറ്റുവാ തന്നെ എന്റെ മനസ്സിൽ നിന്ന്. എന്നെ വേദനിപ്പിച്ചതിന് താൻ അനുഭവിക്കും, ഓർത്തോ? അതും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ആ നിമിഷം എനിക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലെന്ന് തോന്നിപ്പോയി. പെട്ടെന്ന് എന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് ഞാൻ നോക്കി. ഒരു നിമിഷം ഞാൻ താലിയിൽ മുറുകെ പിടിച്ചു. എന്റെ കണ്ണുകൾ അന്ന് ആദ്യമായി ആ താലിയുടെ അവകാശി ഓർത്ത് നിറഞ്ഞു. എനിക്കിഷ്ടമില്ലാതിരുന്നിട്ടും മറ്റൊരാളിന്റെ കഴുകൻ കണ്ണുകളിൽ നിന്ന് എന്നെ സംരക്ഷിക്കാൻ എന്റെ കഴുത്തിൽ താലി ചാർത്തിയയാൾ, എന്റെ സമ്മതമില്ലാതെ എന്റെ ശരീരം സ്വന്തമാക്കില്ലെന്ന് തീരുമാനിച്ചയാൾ, ഞാൻ വെറുപ്പോടെ മാറ്റി നിർത്തിയിട്ടും ഒരു പരാതിയും കൂടാതെ എന്റെ സന്തോഷത്തിന് വേണ്ടി സ്വയം ഒഴിഞ്ഞു മാറി തന്നയാൾ. ഇങ്ങനെ ഒരാളെ ഭർത്താവായി കിട്ടാൻ ഭാഗ്യം ചെയ്യണം. പക്ഷെ ആ ഭാഗ്യത്തിന് ഞാൻ ഒരിക്കലും അർഹയല്ല. ആ നല്ല മനുഷ്യന്റെ ഭാര്യയാവാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. ഇല്ല, നിങ്ങൾക്ക് ചേർന്ന പെണ്ണല്ല ഞാൻ. നിങ്ങളല്ല, ഞാനാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി തരേണ്ടത്. ഞാൻ ഉള്ളിൽ ഉറച്ചൊരു തീരുമാനത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റു. ഞാൻ റൂമിലെ ടേബിളിനടുത്തിട്ടിരുന്ന കസേരയിൽ ഇരുന്ന് ടേബിളിൽ നിന്ന് ഡയറിയിൽ നിന്നൊരു പേപ്പറും പേനയും എടുത്തു. എന്നിട്ട് എഴുതാൻ തുടങ്ങി. ദേവേട്ടിന് അങ്ങനെ വിളിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്നറിയാം. എന്നാലും വിളിച്ചോട്ടെ. നിങ്ങളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. നിങ്ങളോട് വെറുപ്പാണെന്ന് പറഞ്ഞു. നിങ്ങളെ അവോയ്ഡ് ചെയ്തു. നിങ്ങളോടൊരു വാക്ക് പോലും സംസാരിക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല. എന്നിട്ടും നിങ്ങളെന്നെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചില്ല. എൻ്റെ സമ്മതമില്ലാതെ എന്നെ തൊടാൻ പോലും നിങ്ങൾ ശ്രമിച്ചില്ല. എൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്നെ നിങ്ങൾ പോവാൻ അനുവദിച്ചു. പക്ഷെ അപ്പോഴും നിങ്ങളെ മനസ്സിലാക്കി എനിക്ക് കഴിഞ്ഞില്ല. അതിന് ഞാൻ ശ്രമിച്ചില്ലെന്നാണ് സത്യം. നിങ്ങളോട് ക്ഷമ ചോദിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്നറിയാം. എന്നാലും മാപ്പ്. നിങ്ങളെ വെറുത്തു പോയതിന്, നിങ്ങളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞതിന്, നിങ്ങളെ വേദനിപ്പിച്ചതിന് എല്ലാത്തിനും മാപ്പ്. ഞാൻ ജീവന തുല്യം സ്നേഹിച്ചവൻ എൻ്റെ ശരീരമാണ് സ്നേഹിച്ചതെന്നറിയാൻ ഒത്തിരി വൈകിപ്പോയി. പക്ഷെ അപ്പോഴും നിങ്ങളുടെ കളങ്കമില്ലാത്ത സ്നേഹം ഞാൻ മനസ്സിലാക്കിയില്ല. നിങ്ങളുടെ ഭാര്യയാവാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഈ ശല്യം ഒഴിഞ്ഞു പോവാ. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കുട്ടിയെ കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. ഇവിടെ എൻ്റെ ജീവിതം അവസാനിപ്പിച്ച് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോയാലും നിങ്ങൾക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നു. എന്നെ അന്വേഷിച്ച് വരണ്ട. നിങ്ങൾക്ക് എന്നെ കണ്ടെത്താനാവില്ല. പിന്നെ ഞാൻ പോകുമ്പോൾ നിങ്ങളെൻ്റെ കഴുത്തിൽ കെട്ടിയ ഈ താലി ഇതുമാത്രം ഞാൻ കൊണ്ടുപോകുന്നു. എൻ്റെ ജീവിതം അവസാനിക്കുമ്പോഴും നിങ്ങളുടെ താലി എൻ്റെ നെഞ്ചോട് ചേർന്നുണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് മാത്രമായി ജനിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ ദേവേട്ട. കാരണം ഞാൻ നിങ്ങളിപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നു ദേവേട്ട. ഒത്തിരി ഒത്തിരി. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. എൻ്റെ ദേവേട്ടന് ഒത്തിരി നന്മകൾ ഈശ്വരൻ നൽകട്ടെ. എന്ന സ്വന്തം കൗരി. അത്രയും എഴുതി ഞാൻ കത്തി ടേബിളിൽ വെച്ചു. എന്നിട്ട് ഫോണും അടുത്തായി വെച്ചു. ആരും അറിയാതെ അവിടെ നിന്ന് ഇറങ്ങി. എങ്ങോട്ടുന്നില്ലാതെ ഞാൻ നടന്ന് ഒടുവിൽ ഇലഞ്ഞിപ്പുഴയുടെ അടുത്തെത്തി. ഇലഞ്ഞിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നു. ഞാനും ആ ഒഴുക്കിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിച്ചു. കണ്ണുകളടച്ചൊരു ദീർഘനിശ്വാസം എടുത്ത് ഇലഞ്ഞിപ്പുഴയോട് ചേരാനായി ഞാൻ കാലുയർത്തി. പക്ഷെ ആ പുഴയ്ക്ക് ഒരു കൈ വന്നെന്നെ പുറകിലേക്ക് വലിച്ചു. ഞാൻ ആരുടെയോ പുറത്ത് തട്ടി നിന്നു. ആരാണെന്ന് നോക്കുന്നതിന് മുമ്പ് ആ കൈകൾ എൻ്റെ കവിളിൽ പതിഞ്ഞിരുന്നു. ഞാനൊരു ഞെട്ടലോടെ ആടെ നോക്കി. അത് ദേവേട്ടനായിരുന്നു. ജീവിതം അവസാനിപ്പിക്കാൻ മാത്രം നിന്നെ മറ്റന്മാരാരെങ്കിലും ചത്തോടി? ദേവേട്ടൻ ദേഷ്യം കൊണ്ട് വിറക്കിയായിരുന്നു. ഞാൻ പേടിയോടെ ദേവേട്ടനെ നോക്കി. ചോദിച്ചു കേട്ടില്ലടി? ദേവേട്ടൻ അലറി. ഞാൻ ഇരുകൈകളും കൊണ്ട് മുഖം പൊത്തി കരഞ്ഞു. ദേവേട്ടൻ എൻ്റെ കൈ പിടിച്ചു മാറ്റി എൻ്റെ മുഖം കൈക്കൊമ്പിളിലെടുത്തു. ഒരു കത്തിൽ അവസാനിപ്പിച്ചു പോകേണ്ട ബന്ധം മാത്രമേ ഉള്ളൂ അല്ലേ നമുക്കിടയിൽ? ഓ, അല്ലെങ്കിലും നിനക്ക് ഞാൻ ആരുമല്ലായിരുന്നല്ലോ അല്ലേ? പിന്നെ ഞാൻ വേദനിച്ചാലും നിനക്കെന്താ? എന്നാലും
എന്നെ തനിച്ചാക്കി പോകുന്ന എനിക്ക് തോന്നിയല്ലോടി. അപ്പൊ ഇപ്പോഴും ഞാൻ നിന്റെ ആരുമല്ലല്ലേ? ദേവേട്ടന്റെ ശബ്ദം നേർത്തിരുന്നു. ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എനിക്ക് സങ്കടം സഹിക്കാനായില്ല. ഞാൻ ആ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് ദേവേട്ടൻ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മോളെ, എന്താ ഇത്? ആർക്ക് വേണമെങ്കിലും നിന്നെ എനിക്ക് വേണം. അവനിൽ നിന്ന് രക്ഷിക്കാൻ മാത്രമല്ല, നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ താലി കെട്ടിയത്. പക്ഷേ നിന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിൽ ഈ ജന്മം എനിക്ക് സ്ഥാനം ഉണ്ടാവില്ലെന്ന്. പക്ഷേ നിന്റെ സന്തോഷമായിരുന്നു എനിക്ക് വലുത്. അതിനുവേണ്ടിയാ നെഞ്ചു പൊട്ടുന്ന വേദനയിലും നിന്റെ ഇഷ്ടം നടത്താൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ അവന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം നീ ഇല്ലാണ്ടായ എൻ്റെ വേദന എന്താണെന്ന് ചിന്തിച്ചില്ലല്ലോടി. ഉടനെ ഒരു കത്തെഴുതി വെച്ച് മരിക്കാൻ തയ്യാറായി അവള്. ആ കത്ത് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയം നിറച്ച പോലെയാ തോന്നിയേ. അറിയൂ നിനക്ക്? ഞാനൊരു നിമിഷം വൈകിയിരുന്നെങ്കിലോ? പോട്ടെ, വാ. ദേവേട്ടൻ എൻ്റെ കൈ പിടിച്ച് നടക്കാനൊരുങ്ങി. ഞാൻ ദേവേട്ടനെ തടഞ്ഞു. വേണ്ട ദേവേട്ട, എൻ്റെ ശരീരം പരിശുദ്ധ, പക്ഷേ ഈ മനസ്സ് കളങ്കപ്പെട്ടതാ. ദേവേട്ടൻ്റെ പെണ്ണാവാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. എന്നെ വിട്ടേക്ക്. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എൻ്റെ പെണ്ണാവാനുള്ള യോഗ്യത ഈ ഭൂമിയിൽ ഒരാൾക്കേ ഉള്ളൂ. അതിൻ്റെ ഈ ഗൗരിക്ക് മാത്രമാ. ഇനി എത്ര ജന്മം ജനിച്ചാലും ഈ ദേവനാരായണന്റെ പെണ്ണ് നീ മാത്രമായിരിക്കും. ഇനി എൻ്റെ മനസ്സ് കണ്ടില്ലെന്ന് നടിച്ച് നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ നീ പോക്കോ, ഞാൻ തടയില്ല. ദേവേട്ടൻ എൻ്റെ കൈകൾ സ്വതന്ത്രമാക്കി തിരിഞ്ഞു നിന്നു. ഞാൻ ദേവേട്ടൻ്റെ പിന്നിൽ നിന്ന് ഒരു കൈകളും കെട്ടിപ്പിടിച്ചു. സോറി ദേവേട്ട, റിയലി സോറി. ഒരു പുൻസിരിയോടെ ദേവേട്ടൻ എൻ്റെ നേർക്ക് തിരിഞ്ഞ് എൻ്റെ മുഖം കൈക്കുമ്പിലെടുത്തു. എന്നെ നെറ്റിയിൽ ഉമ്മവച്ചു. എന്നെ ആ മാറോട് ചേർത്ത് പിടിച്ചു. ദേവേട്ടൻ്റെ കൈകൾ എന്നെ വലിഞ്ഞു മുറുക്കി. ഞാനും ദേവേട്ടനെ ഇറുകെ പണന്നു. പെണ്ണേ, ഇനി എന്നെ തനിച്ചാക്കി പോകുന്നത് നീ സ്വപ്നം പോലും കാണരുത്. നിന്നെ എനിക്ക് വേണം എന്ന് എൻ്റെ നെഞ്ചോട് ചേർന്നു എൻ്റെ മാറിൻ്റെ ചൂടിൽ നീ ഉണ്ടാവണം. ദേവേട്ടൻ എൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. അപ്പോൾ പോയാലോ? ദേവേട്ടൻ പുഞ്ചിരിയോടെ ചോദിച്ചു. പോവാം. ഞാനും അതേ പുഞ്ചിരിയോടെ മറുപടി നൽകി. ദേവേട്ടൻ എന്നെയും ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് നടന്നു. അന്ന് രാത്രി ദേവേട്ടൻ നെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോൾ ഞാൻ അറിയുകയായിരുന്നു എൻ്റെ ദേവേട്ടൻ്റെ ഹൃദയമിടിപ്പിൽ പോലും ഞാൻ മാത്രമാണെന്ന്. ഞാൻ ആ നഗ്നമായ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു. ദേവേട്ടൻ്റെ അധരങ്ങൾ എൻ്റെ നെറ്റിയിൽ അമർന്നു. എൻ്റെ മുഖം മുഴുവൻ ദേവേട്ടൻ്റെ അധരങ്ങൾ ഓടി നടന്നു. എൻ്റെ അധരങ്ങളെ ദേവേട്ടൻ സ്വന്തമാക്കി. അധരങ്ങൾ തമ്മിൽ ഒന്ന് ചേർന്ന് നാവുകൾ കെട്ടിപ്പുണർന്ന ദീർഘമായ ചുംബനം. എൻ്റെ അധരങ്ങൾ ചുംബിക്കുന്നതിനോടൊപ്പം ദേവേട്ടൻ്റെ കൈകൾ എൻ്റെ വയറിനെ തലോടി. ദേവേട്ടൻ്റെ ചുംബനത്തിൽ താൻ അലിഞ്ഞു ചേർന്നു. ദേവേട്ടൻ്റെ അധരങ്ങൾ എൻ്റെ ശരീരത്തിലൂടെ ഓടി നടന്നു. ഒടുവിൽ ഒരു ചെറുനോവോടെ ദേവേട്ടൻ്റെ പ്രണയം എന്നിലേക്ക് ഒഴുകി. അവിടെ തുടങ്ങിയായിരുന്നു ഞങ്ങൾ ജീവിക്കാൻ. ഓരോ ദിവസവും ആ നെഞ്ചിൻ്റെ ചൂടേറ്റുറങ്ങുമ്പോൾ ഞാൻ അറിയുകയായിരുന്നു എന്നിൽ അലിഞ്ഞു ചേർന്ന ദേവേട്ടൻ്റെ പ്രണയം. ഒരു നിമിഷം പോലും എൻ്റെ ദേവേട്ടനില്ലാതെ ഈ ഗൗരിക്ക് ജീവിക്കാനാവില്ലെന്ന സത്യം ഓരോ നിമിഷവും ഞാൻ തിരിച്ചറിയുകയായിരുന്നു. ദേവേട്ടനോടൊപ്പമുള്ള ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 2 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ ദേവേട്ടൻ്റെ ചോരയിൽ പിറന്ന ഞങ്ങളുടെ പ്രണയത്തിൻ്റെ പ്രതീകമായ ഞങ്ങളുടെ കുഞ്ഞു മാലാഖ അവളെൻ്റെ തൊട്ടടുത്ത് സുഖമായിട്ട് ഉറങ്ങുന്നു. കുറച്ച് മണിക്കൂറുകൾ മുമ്പുള്ള കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഞങ്ങളുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു എന്നറിയിച്ച നിമിഷങ്ങൾ. ശരീരത്തിൻ്റെ വേദനയേക്കാളേറെ മനസ്സിൻ്റെ വേദനയായിരുന്നു കൂടുതൽ. എനിക്കെൻ്റെ ദേവേട്ടനെ വീണ്ടും കാണാനും ആ നെഞ്ചിൻ്റെ ചൂടേറ്റുറങ്ങാനും ഇനി പറ്റുമോ എന്ന ഭയമായിരുന്നു. പക്ഷെ അവിടെയും എൻ്റെ ദേവേട്ടൻ്റെ വാക്കുകൾ എനിക്ക് ധൈര്യം നൽകി. ഈ ദേവനാരായണൻ്റെ ജീവനാണ് നീ എൻ്റെ ഒപ്പം ഇല്ലാതായ ആ നിമിഷം ഞാൻ മരിക്കും. നിന്നെ സ്നേഹിച്ച് കൊതി തീർന്നില്ല പെണ്ണേ. ഇനിയും 1000 വർഷം നിന്നോടൊപ്പം ജീവിച്ചാലും എനിക്ക് കൊതി തീരില്ല. നമുക്കൊരുമിച്ച് ഇനി ഒരുപാട് സ്വപ്നങ്ങൾ നെയ്യാനും ഒന്നായി ഒരുപാട് കാലം ജീവിക്കാനും കൊതിയില്ലേ പെണ്ണെ നിനക്ക്? നിന്റെ ഈ ദേവേട്ടൻ്റെ ജീവനുമായ നീ പോകുന്നത് എൻ്റെ ജീവൻ നിനക്ക് വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം. അപ്പം എൻ്റെ പെണ്ണ് ആ ജീവനുമായി തിരിച്ചു വരും, എനിക്കുറപ്പാ. അത്രയും പറഞ്ഞ് എൻ്റെ നെറുകിൽ ഉമ്മ വെച്ച് ദേവേട്ടൻ എന്നെ യാത്രയാക്കി. അതെ, എൻ്റെ ദേവേട്ടൻ്റെ ജീവൻ എനിക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാ വേദനകളും സഹിച്ച് എൻ്റെ ദേവേട്ടൻ്റെ ജീവനുമായി ഞാൻ തിരികെ വന്നു. എന്നെ റൂമിലേക്ക് മാറ്റുമ്പോൾ നിറഞ്ഞ ചിരിയുമായി ദേവേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞു മാലാഖയെ കയ്യിലെടുത്ത് ദേവേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു. അവളെ എൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി. ഞങ്ങൾ ഇരുവരും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. ദേവേട്ടൻ കുഞ്ഞിനെ കിടത്തി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ദേവേട്ടനെ നോക്കി പുഞ്ചിരിച്ചു. ഏട്ടൻ പറഞ്ഞ പോലെ എൻ്റെ ദേവേട്ടൻ്റെ ജീവൻ ഞാൻ തിരികെ കൊണ്ടുവന്നു. ദേവേട്ടൻ എൻ്റെ നെറുകയിൽ ഉമ്മ വെച്ചു. എന്നെ ആ നെഞ്ചോട് ചേർത്ത് എൻ്റെ മുഖം മുഴുവൻ ഉമ്മകളാൽ മൂടി. എൻ്റെ അധരങ്ങൾ കവർന്നു. എന്നെ മാറോട് ചേർത്ത് എൻ്റെ തലയിൽ തലോടി.
മോളെ, ഐ ലവ് യു ഡാ. ലവ് യു ടു ദേവേട്ട. ഏട്ടൻ എൻ്റെ നെറുകയിൽ ഉമ്മവെച്ച് എന്നെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. ഞാനും ഏട്ടനെ കെട്ടിപ്പിടിച്ചു. എനിക്ക് മാത്രം അവകാശപ്പെട്ട ആ നെഞ്ചിൽ മുഖം ചേർത്തു.